കാൽപന്ത് കളിയിലെ മായാജാലക്കാരൻ. എതിരാളികളെ നിഷ്പ്രയാസം മറികടന്ന് വലകുലുക്കിയിരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പ്രായമായി തുടങ്ങിയിരിക്കുന്നു. പ്രായം അയാളുടെ കാലുകളെ പിടിച്ചു കെട്ടിയിരിക്കുന്നു. ഗോളെന്നുറപ്പിച്ച മുന്നേറ്റങ്ങളിൽ പലതും ഓഫ് സൈഡായി മാറുന്നു. പ്രായത്തെ മറികടക്കാൻ ക്രിസ്ത്യാനോ നടത്തുന്ന ഇയർലി റൺ പോർച്ചുഗലിന് സൃഷ്ടിക്കുന്നത് വലിയ തലവേദനയെന്നാണ് വിമർശകർ പറയുന്നത്. തന്റെ രാജ്യത്തിന് വേണ്ടി സർവ്വവും നൽകാൻ റോണോ തയ്യാറാണെങ്കിലും പ്രായം അദ്ദേഹത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ചെറുതല്ലെന്ന് മനസ്സിലാക്കാൻ ഈ വേൾഡ് കപ്പിൽ റൊണാൾഡോ വരുത്തിയ ഓഫ് സൈഡുകളുടെ കണക്കെടുത്താൽ മാത്രം മതിയാകും. പ്രധാന പരിവർത്തന സ്വീക്വൻസുകൾ ഓഫ് സൈഡിൽ പിടിക്കപ്പെട്ടു. ക്രൊയേഷ്യയുമായി നടന്ന മത്സരത്തിലും റോണോ ഈക്വലൈസർ നേടിയെങ്കിലും റഫറി ഓഫ് സൈഡ് വിധിക്കുകയായിരുന്നു. പിന്നീട് പെനാൽറ്റികളിലൂടെ ഫിഫ വേൾഡ് കപ്പ് നോക്കൌട്ട് സ്റ്റേജിൽ തന്റെ ആദ്യ ഗോൾ നേടുകയും ചെയ്തു. മത്സരത്തിന് ലഭിച്ച ഒരു പെനാൽറ്റി ഗോളാക്കി മാറ്റാൻ റൊണാൾഡോയ്ക്ക് സാധിച്ചെങ്കിലും മത്സരത്തിൽ താരം എതിർ ടീമിന്റെ പെനാൽറ്റി ബോക്സിൽ നടത്തിയ ഏക നീക്കം ആ പെനാൽറ്റി ആയിരുന്നു. 81 മിനിറ്റ് നേരം മൈതാനത്ത് തുടർന്ന ഒരു ലോകോത്തര സ്ട്രൈക്കറുടെ കണക്കാണിത്. 41-കാരനായ റൊണാൾഡോ തന്റെ 6ാം ലോകകപ്പിലാണ് കളിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാനെതിരെ 2 ഗോളുകൾ നേടിയതൊഴിച്ചാൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ കോങ്കോ, കൊളംബിയ എന്നിവർക്കെതിരായ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനം നിരാശാജനകമായിരുന്നു. ടീമിന്റെ കരുത്തുറ്റതും അതിവേഗമുള്ളതുമായ മധ്യനിരയുമായി ഒത്തുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നത് പോർച്ചുഗലിനെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. പ്രായം ക്രിസ്ത്യാനോയുടെ വേഗത്തിൽ വലിയ കുറവാണ് വരുത്തുന്നത്. റൊണാൾഡോ പക്ഷെ അതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വേഗതക്കുറവ് ടെക്നിക്കൽ ബ്രില്യൻസിലൂടെ മറികടക്കാനാണ് റോണോ ശരിക്കും ശ്രമിക്കുന്നത്. എതിർ ടീമിന്റെ പ്രതിരോധ നിരക്കാരുടെ ഇടയിൽ ഒരു റീബൗണ്ടോ ക്രോസോ പ്രതീക്ഷിച്ച് ഒരല്പം മുന്നിലേക്ക് നീങ്ങാൻ റോണോ ശ്രമിക്കാറുണ്ട്. ടെക്നോളജി ഫുട്ബോൾ ഭരിക്കുന്ന കാലത്ത് ആ ചെറിയൊരു നീക്കം ചെന്ന് കലാശിക്കുന്നത് പക്ഷേ ഓഫ് സൈഡിലും. വേൾഡ് കപ്പ് കരിയറിൽ 24 ഓഫ് സൈഡുകളാണ് റൊണാൾഡോയുടെ പേരിലുള്ളത്. 2022 വേൾഡ് കപ്പ് 7 ഓഫ് സൈഡ്, 2018 വേൾഡ് കപ്പ് 1 ഓഫ് സൈഡ്, 2014 വേൾഡ് കപ്പ് 3 ഓഫ് സൈഡ്, 2010 വേൾഡ് കപ്പ് 3 ഓഫ് സൈഡ്, 2006 വേൾഡ് കപ്പ് 5 ഓഫ് സൈഡ്. ഇങ്ങനെ നോക്കുമ്പോൾ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ 2ാമത്തെ ഓഫ് സൈഡ് നേടുന്ന താരമാണ് റോണോ. 1ാം സ്ഥാനത്ത് 25 ഓഫ് സൈഡുമായി നെതർലൻഡ്സ് താരം റോബിൻ വാൻ പെഴ്സിയാണ് മുന്നിൽ. ഇക്കുറി റൊണാൾഡോ ആ റെക്കോർഡ് മറികടക്കുമോ എന്ന് കണ്ടറിയാമെന്നാണ് വിമർശകർ പറയുന്നത്. വിമർശകരെ നിങ്ങളുടെ കണക്ക് ഉദ്ധരിച്ചുള്ള വിമർശനങ്ങളിൽ കഴമ്പുണ്ടാകാം. എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകത്തെ ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിൽ ചേക്കേറിയ ഇതിഹാസമാണ്. വിശ്വകപ്പ് എന്ന ഒറ്റക്കുറവ് മാത്രമേ അയാൾക്കുള്ളൂ. അവസാന ലോകകപ്പിൽ പന്ത് തട്ടുന്ന റോണോയ്ക്ക് ആ കുറവ് നികത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം.